ഹല്ലേലൂയ. നിന്റെ ജനം ഒരുമിച്ച് കടന്നു സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിപ്പാൻ ഈ രാത്രി കാലം ഇവിടുത്തെ ബലം ഞങ്ങളെ ധരിപ്പിക്കുമാറാകണമേ. സ്വർഗീയ സന്തോഷം സ്വർഗീയ കൃപയും ഏറ്റുവാങ്ങുവാൻ ഈ രാത്രി കാലം എല്ലാവരെയും ഒരുപോലെ കർത്താവേ അവിടുന്ന് ബലപ്പെടുത്തണമേ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാര് പോലെ ചിറകടിച്ച് കയറുമെന്നുള്ള അവിടുത്തെ വചനപ്രകാരം പരിശുദ്ധാത്മ മണ്ഡലങ്ങളിലേക്ക് ചിറകടിച്ച് കയറുവാൻ എല്ലാ നിന്റെ മക്കളെ ഒരുപോലെ ശക്തീകരിക്കണമേ. വലിയ വിടുതലിന്റെ രാത്രികാലമായി, അനുഗ്രഹത്തിന്റെ രാത്രികാലമായി ഈ രാത്രികാലം മാറ്റപ്പെട്ട് കർത്താവേ പാടുവാനും ആരാധിപ്പാനും ഈ രാത്രികാലം ഞങ്ങളെ സഹായിക്കണമേ. ദർശനങ്ങളെ വെളിപ്പാടുകളെ പ്രാപിപ്പാൻ കൃപാവരങ്ങളെ ജ്വലിക്കപ്പെട്ടവരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സഭയായി അവിടെ ഞങ്ങളെല്ലാവരെയും ഒരുപോലെ ശക്തീകരിക്കുമാറാകണമേ കർത്താവേ. ഒരു വലിയ വർധന കർത്താവേ, ഒരു വലിയ വളർച്ച കർത്താവേ അവിടെ ഞങ്ങൾക്ക് നൽകി തന്ന കർത്താവേ. ഒരു വലിയ സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജനത്തിന് കൊടുക്കേണ്ട ദൂതുകളാലോചനകൾ കർത്താവേ ഈ രാത്രി കാലം കൊടുപ്പാൻ തക്കവണ്ണം അവിടുത്തെ അഭിഷക്തന്മാരെ അവിടുന്ന് ശക്തീകരിക്കണമേ. വലിയ വിടുതൽ രാത്രികാലമായി, കൃപ പെരുകുന്ന രാത്രികാലമായി, സ്വർഗീയ സാന്നിധ്യം അനുഭവിക്കുന്ന രാത്രികാലമായി, സൗഖ്യം പകരപ്പെടുന്ന രാത്രികാലമായി. ഓ സ്വർഗമേ അവിടുന്ന് ഇടയാക്കണം സ്തോത്രം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. അവിടുത്തെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവേ ഈ രാത്രികാലം ഞങ്ങൾ കർത്താവേ ആയിരിക്കുന്ന കർത്താവേ, പ്രതീക്ഷയോടെ ഞങ്ങൾ ആയിരിക്കുന്ന കർത്താവേ. ആദ്യ നൂറ്റാണ്ടിൽ പകരപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി കർത്താവേ ഈ രാത്രികാലത്തേക്ക് ഈ ആത്മാവിന് അവിടുന്ന് പകർന്ന് ബലത്തോടെ ഞങ്ങളെ അയക്കണം. അത്ഭുതം പ്രവർത്തിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Hallelujah, praise God, hallelujah, amen, hallelujah. നമുക്കെല്ലാം സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാം ഹല്ലേലൂയ എല്ലാവരും അപ്പം ഏക മനസ്സോടെ ഏകാത്മാവോടെ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മളെ ഉണ്ടാക്കിയ കർത്താവിന്, നമ്മളെ സൃഷ്ടിച്ച കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് പൂഴുവാനും പ്രശംസിപ്പാനും ഒന്നുമില്ല. ഹല്ലേലൂയ. നമുക്ക് പൂഴുവാനുള്ളത് കർത്താവില്ല. നമ്മളെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഹല്ലേലൂയ ഭൂമിയിൽ നിന്നും അമ്മയെ അറിയാം, എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളിലേക്ക് ആ ദൈവശക്തി പറഞ്ഞത് കർത്താവിൻ്റെ ശ്വാസം നമ്മളിലേക്ക് പറഞ്ഞപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു അമ്മയെ രൂപമായി ഹല്ലേലൂയ കർത്താവിനെ ആ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു തന്നെ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കാനും വേണ്ടിയാണ് അമ്മ. അതുകൊണ്ട് ആർക്കും മൗനമായിരിക്കാനുള്ള അവകാശമില്ല. കാരണം നമുക്ക് പൂഴുവാനൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വന്ന് പാടാം. എൻ്റെ ബലമായ കർത്താവൻ, അവൻ എൻ്റെ ശരണം, അമ്മേ അവനാണ് എൻ്റെ ബലം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ബലമായ കർത്തനും ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. എന്റെ ബലമായ കർത്തനും ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ ജയം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാത്തിടും ഞാനുലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ.
പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാം നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുതിടും യാഹവൻ താൻ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുതിടും യാഹവൻ താൻ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കാലത്തിൽ വരച്ചവനോർവനിൽ ഈശന്താൻ എന്നോട് ആശ്വാസകൻ. ഉള്ളം കാലത്തിൽ വരച്ചവനോർക്കീശന്താൻ എന്നോട് ആശ്വാസകൻ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തന് ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തന് ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റമുറപ്പുള്ള മറവിടമാണ് എനിക്ക് എൻ പെയ്യൻ ചാരിടും ഞാൻ അവനിൽ. ഏറ്റമുറപ്പുള്ള മറവിടമാണ് എനിക്ക് എൻ പെയ്യൻ ചാരിടും ഞാൻ അവനിൽ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. യേശു ക്രിസ്തു എത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു എത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനെ വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ. ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു.
ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു എന്നേശു ജീവിക്കുന്നതായതിന ഞാനും എന്നേക്കും ജീവിക്കയാ എന്നേശു ജീവിക്കുന്നതായതിന ഞാനും എന്നേക്കും ജീവിക്കയാ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു മന്നീലല്ലേ നിത്യവാസവന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ മന്നീലല്ലേ നിത്യവാസവന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർത്തിടുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ 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 ഹല്ലേലൂയ 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 ചുടബാരിബനാരഗനാരഗദാരിബനാരഗ ശബ്ദനാരഗന ചുടബാരിഗനാരഗദ ചുടബാരിബാരിയാരെ ആദ്യാമന ശരാദിയാകന ചുടബാരിഗനരഗദന ചുടബല റിഗമന ദുരബല ചുടബല
Rikamana Rava Shaidega Siaragan, Chudabala Rava Shekana Siaragan, Rika Rava Sheba, Ria Diamana Regasiara, Yeshusula, Namad Chemadigia, Sherebe Siara Mala Regana Rava Shandare, Yeshusula, Namad Yeshus, break down the chain. വാഞ്ചിച്ചു മോഹിക്കും നെന്നുള്ളം ഘോഷിക്കും നെൻ ഹൃദയം ജഡവും ഘോഷിക്കും നെൻ ഹൃദയം ജഡവും സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ ആയവനേവരിലും അതിധന്യൻ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ ആയവനേവരിലും അതിധന്യൻ ഒരു വീടും നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ കുരികിൽ തനിക്കൊരു വീടും നീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ നിൻ ബലിപീഠം തന്നെ നിൻ തിരുബലിപീഠം തന്നെ ധന്യനാലയത്തിൽ വസിപ്പോൾ നിത്യം സ്തുതിക്കും അവർ നിന്റെ നിത്യം സ്തുതിക്കും അവർ നിന്റെ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ ആയവദേവനിലും അതിധന്യൻ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ ആയവദേവനിലും അതിധന്യൻ നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും ഈ വിധമുള്ളോർ മനസ്സുകളിൽ ഈ വിധമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ട് നിരന്തരമാ സിയോ നഗരി പെരുവഴികൾ സിയോ നഗരി പെരുവഴികൾ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ ആയവദേവനിലും അതിധന്യൻ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ ആയവദേവനിലും അതിധന്യൻ കണ്ണുനി താഴ്വരയതു വഴിയായ ജ്ഞാനം ചെയ്യുമ്പോ ആയതു മാറും ജലാശയമായി കണ്ണുനി താഴ്വരയതു വഴിയായ ജ്ഞാനം ചെയ്യുമ്പോ ആയതു മാറും ജലാശയമായി മുൻമഴയനുഗ്രഹപൂർണമമായി പൂർണ്ണമാകും പ്രാപിക്കും ബലമവർ ബലത്തിലുമേ ചെന്നെത്തുമേ വരും സിയോനിൽ ചെന്നെത്തുമേ വരും സിയോനിൽ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ ആയവദേവനിലും അതിധന്യൻ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ ആയവദേവനിലും അതിധന്യൻ യാഹിൽ വാസമെന്നധികാമ്യം യാഹിൽ വാസമെന്നധികാമ്യം വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ളം ഘോഷിക്കുന്ന ഹൃദയം ജഡവും ഘോഷിക്കുന്ന ഹൃദയം ജഡവും സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ ആയവദേവനിലും അതിധന്യൻ സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ ആയവദേവനിലും അതിധന്യൻ
ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നു താഴ്ച ഭവിക്കുകയില്ലെന്നു ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നു താഴ്ച ഭവിക്കുകയില്ലെന്നു ഈ വിധമുള്ളോർ മനസ്സുകളിൽ ഈ വിധമുള്ളോർ മനസ്സുകളിൽ Ramana
പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എൻ യേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എൻ യേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. തൻ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ, അങ്ങേ പോലെ വേറാരും ഇല്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ താൻ തന്നതാ, അങ്ങേ പോലെ വേറാരും ഇല്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എൻ യേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എൻ യേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എൻ യേശുവേ. അങ്ങേ പിരിയില്ല എൻ യേശുവേ. മറ്റാരെക്കാളും വലിയവനായ ദൈവസ്തുതിക്കുവാനായ കർത്താവിനെ വാഴ്ത്തുവാൻ നമുക്ക് വേണ്ടി സ്വജീവനെ തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവ് ഏകാഗ്രതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലമാണെന്ന് കാണിക്കണം. അവിടെ കണ്ട് മുല്ലടകൂടാടിക്കൊണ്ടിരിക്കുന്ന കണ്ണുകള് ഈ രാത്രികാലവും നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കവനെ സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ദൈവത്തിന്റെ വചനം
പ്രകാരം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച് നമുക്ക് വേണ്ടി താണ ലോകത്തേക്ക് ഇറങ്ങി വന്ന് ജീവനെ തന്നവനായ യേശുവിനെ മറ്റാരെക്കാളിലും ശ്രേഷ്ഠനായ നമ്മുടെ കർത്താവിനെ വാഴ്ത്തുവാൻ ഹല്ലേലൂയ പാടിയതുപോലെ നിന്നെ പിരിഞ്ഞിരിപ്പാൻ ഞങ്ങൾക്ക് കഴിയില്ല കർത്താവേ. അവിടുത്തെ മാറോട് ഞങ്ങൾ ചേർന്നിരിക്കുന്നു. അരുവനാഥനമാരോട് ആമേൻ. ഈ രാത്രികാലം ചേർന്നിരിക്കുമ്പോൾ ഈ രാത്രികാലത്തെ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി ബ്രിജസ് സിസ്റ്ററും സന്തോഷവും പ്രാർത്ഥിച്ചാട്ട്. Praise the Lord. ആമേൻ. സ്തോത്രം. ബ്രിജസ് സിസ്റ്റർ ബാക്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, നല്ല വിലയേറിയമായ നല്ല രാത്രിയുടെ സ്നേഹത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ബന്ധത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് സഭയായി കുടുംബമായി വ്യക്തിപരമായ ദൈവസന്നിധി കടന്നു വരുവാൻ ഭാഗ്യത്തിന് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ലോകത്തിന്റെ വിഭാഗങ്ങളിൽ നടന്നപ്പോൾ ഹല്ലേലൂയ സ്വസ്ഥതയും സമാധാനമില്ലാതെ കുടുംബങ്ങൾ കണ്ണുനീരിന്റെ നെടുവീർപ്പിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ ദൈവമേ ഹല്ലേലൂയ സന്തോഷത്തോടുകൂടെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിപ്പാനും തക്കവണ്ണം ദൈവമായ കർത്താവ് ജീവിതത്തിൽ നല്ല ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വന്തരംഗമേ അവന്റെ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മറക്കരുത്. ഇന്ന് രാത്രി കാലം ദൈവം ചെയ്ത സ്തുതിക്കുന്ന കർത്താവേ, ദൈവസന്നിധി കടന്നു വന്ന എല്ലാ ജീവനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. രാത്രികാലം സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നവനായ ദൈവമേ, മനോഭാരമറിഞ്ഞ് ഇന്ന് രാത്രികാലം സ്വർഗം ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ദൈവത്തിൽ കടന്നു വരുവാൻ ഇന്ന് രാത്രികാലം കടന്നു വന്ന ഓരോരുത്തരെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾക്ക് പാടുവാൻ തന്ന കൃപകൾക്കായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം അധികാരപ്പെടുത്തുമാറാകണമേ. ഹല്ലേലൂയ. അതിലുപരിയായി ഹല്ലേലൂയ നല്ല സങ്കീർത്തന ഭാഗത്തെ ദൈവം ഞങ്ങൾക്ക് ദാനം ചെയ്തു. കർത്താവിനെ വാഴ്ത്തുവാൻ ഞങ്ങളുടെ രക്ഷയുടെ പാറയ്ക്ക് കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന് ജീവനും ചൈതന്യവും പ്രാപിച്ചു മടങ്ങുവാൻ, സമാധാനം പ്രാപിച്ചു മടങ്ങുവാൻ തക്കവണ്ണം ദൈവം ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഹല്ലേലൂയ ഹല്ലേലൂയ നല്ല സാക്ഷ്യങ്ങളെ ഞങ്ങൾക്ക് എഴുന്നേൽപ്പിക്കണമേ. ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ തക്കണം അങ്ങനെ വൃത്തിനെ കരങ്ങളെടുത്ത് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം സ്വർഗ്ഗമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാനോ കുറയണം എന്റെ കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ സ്നേഹം ആഴമായി രാത്രികാലം മറന്നു കളയാതെ ദൈവത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വിവിധയിടങ്ങളിലായിരിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവരെല്ലാം ഓർക്കുമാറാകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ സഹോദരങ്ങള് ഞങ്ങളെ വിട്ട് വിദൂരതയിലൊക്കെ ആയിരിക്കുന്നല്ലോ. ദൈവം എല്ലാവരെയും കരങ്ങളിൽ വഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട പോലെ ആരാധിച്ച് ബലപ്പെടുവാൻ, ഇരിക്കുന്ന ഇടം മറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. അല്പസമയം തിരുവാതിരപ്പെടുത്തി ഞങ്ങൾ ആയിരിക്കട്ടെ കർത്താവ്. ദൈവഭയത്തോടെ ഞങ്ങളെ ഇരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വം എടുക്കണം വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമെന്ന് ഹാലവ്യാടിങ്ങൾക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞ പൊന്നു കർത്താവിന്റെ വിലയേറെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേടുത്തരമല്ലോ മാറാകണമേ. ആമേൻ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ കൂടാതെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ തമ്പുരാനായ പിതാവേ, അപ്പിച്ച കർത്താവേ, ദൈവമായ കർത്താവേ, ഹല്ലേലൂയ. നല്ല വെള്ളിയാഴ്ചയുടെ കർത്താവേ, രാത്രികാലം കർത്താവെ, സഭയായ കുടുംബങ്ങൾ കർത്താവെ ഞങ്ങളുടെ തിരുവാദത്തോട് അടുത്ത് വരുവാൻ കർത്താവെ സ്വർഗം വരുത്തിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ ഹല്ലേലൂയ.
ദൈവമേ കർത്താവെ അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് തന്നത് ഓർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് ഞങ്ങളായിരുന്നതെല്ലാം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, മാനിച്ചല്ലോ. അപ്പാ വരാമെന്ന ആപത്തെണ്ണത്തിനെല്ലാം ദൈവം ഞങ്ങളെ വിടുവിച്ചല്ലോ. അപ്പാ കർത്താവെ കണ്ണിൻ്റെ കിഷണി പോലെ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. കർത്താവെ ഞങ്ങളുടെ യോഗ്യതയോ ഞങ്ങളുടെ കഴിവൊന്നുമല്ലപ്പാ, ദൈവത്തിൻ്റെ കരുണയാണ്, അങ്ങയുടെ കൃപയാണ് കർത്താവെ. ഇന്ന് ആയുസ്സും ആരോഗ്യത്തോടെ ഞങ്ങളിരിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് പൊഴുവാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല കർത്താവെ. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താ കർത്താവെ നന്ദി അല്ലാതെ ഒന്നുമില്ല പറയാൻ കർത്താവെ. ഞങ്ങളുടെ സന്നിധി കർത്താവെ സഭയാൻ കുടുംബങ്ങളെല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ല പാട്ടുകളെ തന്നതിനായി സ്തോത്രം കർത്താവെ. ദൈവമേ നല്ല സാക്ഷ്യങ്ങളെ തെരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനായ കുടുംബത്തിനായി സ്തോത്രം കർത്താവെ. ഇടവെന്നിൽപ്പാൻ ദൈവദാസനെ ബലപ്പെടുത്തുന്നത് ഓർത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ, കർത്താവെ കുടുംബങ്ങളെ എല്ലാം അങ്ങോട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്ന പച്ച കർത്താവെ. ആരെങ്കിലും ഭാരത്തോടെ പ്രയാസോടൊപ്പ അങ്ങയുടെ സന്നി കർത്താവെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ വലിയൊരു വിടുതലോടെ മടങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാട്ടിലുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ കുടുംബങ്ങളെ എല്ലാം അങ്ങോട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്ന പച്ച കർത്താവെ അവരായിരിക്കണതെല്ലാം ദൈവം സൂക്ഷിക്കുമാറാകണമേ, മാനിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്നത്തെ മീറ്റിംഗ് ഏറെ അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ, വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. എൻ്റെ ആത്മാവേ നിമിഷാൽ ചുള്ളിൽ നിരങ്ങുന്നത് ദൈവത്തെ പറ്റി ആശ്രയിക്കുക. അവൻ എൻ്റെ മുഖപ്രകാശം എൻ്റെ ദൈവമാകുന്നുവെന്നിങ്ങനെ ഞാൻ ഇനിയോനെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ താഴ്ന്നിരിക്കാം. സ്തോത്രം. പ്രഥമനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. കോരപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് 43-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. 42, 43, 44 എന്നീ സങ്കീർത്തനങ്ങളെല്ലാം കോരഹപുത്രന്മാർ എഴുതിയതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രികാലം കർത്താവ് നമ്മോട് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഇടപെടണമെന്നുള്ള ആ വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. സ്തോത്രം. ഈ സങ്കീർത്തനത്തിന് ടോട്ടൽ 5 വാക്യങ്ങളാണ് ഉള്ളത്. സ്തോത്രം. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഹല്ലേലൂയ ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. വളരെ വ്യക്തമായിട്ട് ഒരു ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുകയാണ്. സ്തോത്രം. വായിച്ചാട്ട്. ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. സ്തോത്രം. ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ, വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എന്റെ ശരണമായ ദൈവമല്ലോ. നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത്? സ്തോത്രം. ഹല്ലേലൂയ. ന്യായം ലഭിക്കാതെ അവൻ ഭാരപ്പെടുന്ന ഒരു ഭക്തന്റെ രോദനമാണ്, യാചനയാണ്, നിലവിളിയാണ് ഈ സങ്കീർത്തനത്തിലുടനീളം നാം കാണുന്നത്. സ്തോത്രം. ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. സ്തോത്രം. എനിക്ക് ചുറ്റുള്ളവരെല്ലാം വഞ്ചന പ്രവർത്തിക്കുന്നവരാണ്, അവർ അനീതി ഇഷ്ടപ്പെടുന്നവരാണ്. സ്തോത്രം. നീതിക്കെതിരെ നിൽക്കുന്നവരാണ്. സ്തോത്രം. എനിക്ക് ലഭിക്കേണ്ട ന്യായം പോലും ആമീൻ എൻ്റെ കരങ്ങളിൽ തരാതെ അവർ അതിനെ മുടക്കിക്കളയുന്നവരാണ്. ഈ ജാതിയോട് ഒരു വ്യവഹാരം കർത്താവേ നീ നടത്തുമാറാകണമേ. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ഭയത്തിലെ സ്തോത്രം. നമുക്ക് ലഭിക്കേണ്ട ന്യായം നമുക്ക് ഈ ലോകത്തിൽ ലഭിച്ചില്ല എങ്കിൽ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ, നമുക്ക് ലഭിക്കേണ്ട നന്മകൾ ഒരുപക്ഷെ താമസിച്ചു പോയെങ്കിൽ ഹല്ലേലൂയ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല.
നാം കടന്നുപോയ ആ ശോധനകളിൽ കൂടെ എല്ലാം നമ്മുടെ അരുമനാഥനും കടന്നുപോയതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. യെശയ്യാ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും പ്രൈസ് ലോർഡ് മനുഷ്യരാൽ പ്രശംസിക്കപ്പെടേണ്ട വ്യക്തിയാണ് യേശു തമ്പുരാൻ എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കേണ്ടവനാണ് യേശു തമ്പുരാൻ. കാരണം യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്ന് അവരുടെ നടുവിൽ കാണിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ര വലിയ ഭയങ്കരമായ അത്ഭുതങ്ങളും അടയാളങ്ങളുമാ. കാനാവിലെ കല്യാണ വീട്ടിൽ തുടങ്ങിയ അത്ഭുതങ്ങൾ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ പർവ്വതത്തിന് മുകളിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത് വരെയും ഹല്ലേലൂയ ക്രൂശിൻ ചുവട്ടിൽ വരെയും കർത്താവ് അത്ഭുത പ്രവൃത്തികൾ ചെയ്തു എന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ലഭിക്കേണ്ട ന്യായം ലഭിക്കാതിരിക്കുമ്പോൾ, ലഭിക്കേണ്ട നന്മകൾ ലഭിക്കാതിരിക്കുമ്പോൾ നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ അരുമനാഥനും ഇതേപോലുള്ള ആമേ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. 53:7 വായിച്ചാട്ട്. തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ കടന്നു വരാറില്ലേ? എൻ്റെ ദൈവം എന്നെ മറന്നുപോയോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് ഉയർന്നു വരാറില്ലേ? എന്നാൽ നീ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ആമേൻ സ്തോത്രം, സ്വർഗ്ഗം നിനക്ക് വേണ്ടി തുറക്കുന്നത് ആമേൻ എത്ര പേരിവിടെ ഇരിക്കുന്നവർ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കരങ്ങളുയർ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ലോർഡ്. നമ്മുടെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 44-ന്റെ ആമേൻ സ്തോത്രം 21-22 വാക്യം കൊണ്ടത് വായിക്കാം. ഇസ്രായേലേ, നീ എൻ്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു. ഞാൻ നിന്നെ മറന്നു കളയില്ല. നീ ഒരു ഇസ്രായേലാണോ? ആമേൻ സ്തോത്രം. ദൈവം നിന്നെ ഒരു നാളും മറന്നു കളയത്തില്ല. സ്തോത്രം. വായിച്ചാട്ടെ. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായിച്ചു. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. സ്തോത്രം. താണലോകത്തേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി. കാർമുകിലിനെ പോലെ നമ്മുടെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നമ്മുടെ പാപങ്ങളെയും മായിച്ചു കളയുവാൻ വേണ്ടിയാണ് യേശു തമ്പുരാൻ ഇറങ്ങി വന്നത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഓരോ ദിവസവും അത് കഴുകൽ പ്രാപിച്ച് ദൈവത്തോട് അടുക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക തന്നെ ചെയ്യും. സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നാൽ സാക്ഷ്യവാക്യങ്ങൾ പറയുന്നു, ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരിയിൽ. എന്ത് ലംഘനമായ ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ സ്തോത്രം. നമ്മുടെ അവസ്ഥകൾ നാം ദൈവത്തോട് പറയണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിലവിളിക്കണം. കർത്താവെ, കുറവ് വന്നു പോയിട്ടുണ്ട്, കുറ്റങ്ങൾ വന്നിട്ടുണ്ട്, എങ്കിലും നീ എന്നെ തള്ളിക്കളയരുതേ. സ്തോത്രം. നീ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. സ്തോത്രം. പ്രൈസ് ലോർഡ്. അങ്ങനെ നിലവിളിച്ച് ദൈവസന്നിധി കരഞ്ഞ് ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്റെ നിലവിളി കേട്ട് നിനക്ക് മറുപടി തരുവാൻ മതിയായവനായ ദൈവമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നാം പരിശോധിച്ച് നോക്കിയാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലാത്തവർക്കൊന്നും വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല. സ്തോത്രം. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഏത് വ്യക്തി എങ്ങനെയെങ്കിലും എൻ്റെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ എനിക്ക് ചെന്ന് ചേരണം. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ലക്ഷ്യം ആമേൻ സ്തോത്രം ഈ ലോകമല്ല, ഈ ലോകത്തിലെ വിഷയങ്ങളല്ല, ഈ ലോകത്തിലെ നന്മകളല്ല എന്നുള്ള വിചാരത്തോടു കൂടെ ആമേൻ ദൈവത്തോട് അടുത്ത് ചെല്ലും
വരുമ്പോൾ ഹല്ലേലൂയ പിശാച് എന്ത് ചെയ്യും? പ്രശ്നങ്ങളുമായി നമ്മുടെ അടുക്കലേക്ക് വരും. എന്നാൽ ഒരു ഭക്തൻ സ്തോത്രം അതിലൊന്നും വീണു പോകുകയില്ല. യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നാം കണ്ടതാണ്. ആമേൻ സ്തോത്രം. നിഷ്കളങ്കനും നിർമ്മലനുമെന്ന് ദൈവത്താൽ സാക്ഷ്യം പറഞ്ഞ യോബിന് പോലും പരീക്ഷ വന്നെങ്കിൽ ഇന്ന് രാത്രിക്കാലം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൽ സ്തോത്രം, ആമേൻ സ്തോത്രം, പരിശോധനകൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മളെ തകർത്ത് കളയുവാനല്ല. ആമേൻ സ്തോത്രം. നാം പൊന്നുപോലെ കീടം മാറി പുറത്തു വരേണ്ടതിനാണ്. സ്തോത്രം. ഏത് പരിശോധനകളുടെ നടുവിലും ഏത് ശോധനകളുടെ നടുവിലും ഹല്ലേലൂയ ദൈവത്തോട് പിറുപിറുക്കാതെ കർത്താവേ എൻ്റെ കുറവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങളുടെ കുറ്റം എനിക്ക് ക്ഷമിച്ചു തരണമേ, ഇതാ നിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു, നിനക്ക് വേണ്ടി ശോഭിക്കുവാൻ, നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആമേ ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞ് ആമേ ലക്ഷ്യബോധത്തോടുകൂടെ നാം യാത്ര ചെയ്യുമെങ്കിൽ നിശ്ചയമായി നമ്മുടെ വിഷയങ്ങൾക്കൊക്കെയും വിടുതൽ തന്ന് അവൻ നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. 10 എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ആമേൻ. എന്നാൽ അല്പകാലത്തേക്ക് സുഖമനുഭവിക്കുന്ന നിങ്ങളേതാണ് എഴുതിയിരിക്കുന്നത്. കഷ്ടം സഹിക്കുന്ന നിങ്ങളെ സ്തോത്രം. പ്രൈസ് ലോർഡ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ആമേൻ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഹല്ലേലൂയ പിറുപിറുക്കാതെ കർത്താവിനോട് അടുക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. സ്തോത്രം. ആമേൻ. ഉറപ്പും ധൈര്യവും തന്ന് നമ്മെ നടത്തുവാൻ കഴിവുള്ളവനായ തമ്പുരാൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം 14 വാക്യത്തിൽ നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണത്തിൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. സ്തോത്രം. നിന്നെ അനീതി ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ആമേൻ സ്തോത്രം സകല ദുഷ്ടശക്തികളുടെയും മുമ്പിൽ നീതിക്ക് വേണ്ടി നിൽക്കുവാൻ നിന്നെ തന്നെ നീ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നിന്നെ ഉറപ്പിച്ച് ശക്തീകരിക്കും. അവരുടെ ഭീഷണത്തിൽ നീ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളെ, നാം മാത്രമല്ല ഹല്ലേലൂയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. സ്വർഗത്തിലും ഒരു കൂട്ടം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9-11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ആമേൻ ഒന്നുകൂടെ വായിച്ചേ. ദൈവവചന നിമിത്തം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ആമേൻ നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് ഒരു കൂട്ടം സ്വർഗത്തിലും കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ഈ ലോകത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പൈതലേ, എനിക്ക് നിനക്കും ഒരുപക്ഷെ ന്യായം ലഭിച്ചില്ല എങ്കിലും സ്തോത്രം പ്രൈസ് ലോർഡ്, സ്വർഗത്തിൽ നാം ചെന്നാലും അവിടെ ദൈവം നമുക്ക് വേണ്ടി ആമേൻ സ്തോത്രം ന്യായം നടത്തി തരുവാൻ മതിയാവുന്നത്. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട്. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹോദരന്മാരും അല്പകാലത്തേക്ക് കൂടെ സ്വസ്ഥമായി പാർക്കണം. അല്പകാലം മാത്രമേ ഉള്ളൂ. ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ പൈതലേ ഇത് തീരുവാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ.
നമ്മുടെ അരുമനാഥൻ വരുവാൻ സമയമായിരിക്കുകയാണ്. സ്തോത്രം. കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും നിരാശകളും മാറി സന്തോഷവും ആനന്ദവും പ്രാപിക്കുന്ന ഒരു സുദിനം വരികയാൻ പോവുകയാണ്. സ്തോത്രം. ആ സുദിനത്തിനായിട്ട് നമുക്ക് നോക്കി കാത്തിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. 3-ാം വാക്യം, സങ്കീർത്തനം 43-3 വാക്യം. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയും അത് തന്നെയായിരിക്കട്ടെ. ദൈവമേ, നിന്റെ പ്രകാശവും സത്യവും നീ ഓരോ ദിവസവും എന്നിലേക്കോ, എൻ്റെ കുഞ്ഞുങ്ങളിലേക്കോ, എൻ്റെ ബന്ധുമിത്രാദികളിലേക്കോ, എൻ്റെ കൂട്ടു സഹോദരങ്ങളിലേക്കോ അവിടുന്ന് അയച്ചു കൊടുക്കണമേ. അത് തന്നെ ഞങ്ങളെ നടത്തുവാൻ തക്കവണ്ണം ഇതാ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഈ ദിവസങ്ങൾ നമ്മുടെ കർത്താവിനോട് നമുക്ക് അടുത്തിയെല്ലാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ഏത് മനുഷ്യനെയോ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. സ്തോത്രം. അത് നമ്മുടെ അന്ധകാരത്തിന് മൂടുപടങ്ങളെ എല്ലാം മാറ്റും. സ്തോത്രം. നമ്മളുടെ ഇരുളിനെ എല്ലാം മാറ്റുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിച്ചമായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമീൻ അതിൻ്റെ 60-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, എൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ ദേശം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. സ്തോത്രം. ഹല്ലേലൂയ. നീയും ഞാനും ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കുവാൻ തയ്യാറാകണം. ആമേൻ. പ്രശ്നങ്ങൾ പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഈ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ ഈ ദിവസങ്ങളിൽ നാം എഴുന്നേൽക്കണം. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടും അന്ധകാരത്തിൽ കിടക്കുന്ന അനേകരുടെ ദൈവമക്കളെ അവരെയൊക്കെ നേടുവാനുള്ള റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്വവും നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. സ്തോത്രം. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. ആമേൻ. 60-19-22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇനി പകൽ സമയത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല നിനക്ക് നിലാവട്ടെ തരുന്നത്, ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. അതേ ദൈവമക്കളെ, ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം തീർന്ന് നമ്മുടെ കർത്താവിനോട് കൂടെ ഹല്ലേലൂയ ആകാശമേഘത്തിൽ എടുക്കപ്പെട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ നാം ചെന്നാൽ അവിടെ ഹല്ലേലൂയ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വെളിച്ചം പകർന്നു കൊടുക്കുകയില്ല. പിന്നെയോ ആമേൻ യഹോവ നമ്മുടെ നിത്യപ്രകാശമായിരിക്കും. ഹല്ലേലൂയ. തേജസ്വരൂപനായവ നമുക്ക് വേണ്ടി എപ്പോഴും ഉദിച്ചു നിൽക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമുക്ക് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രത്യാശയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് വന്നാട്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പടി ആരമാടുന്നേ പാടി. शून्य से लेके तूने मुझे रच लिया अपने ही रूप में, प्रेम किया है आनंद प्रेम से, दिया पुत्र मेरी मुक्ति के लिए, अनोखा प्यार
2 Corinthians 13 verse 11. Finally, brothers, rejoice, aim for restoration, comfort one another, agree with one another, live in peace, and the God of peace and love will be with you. Amen. ആമേൻ. Praise the Lord. For from him and to him and through him are all things. To him be glory forever. Amen. Romans 11 verse 36. Please pray for me and my family. Praise the Lord. Praise the Lord. Thank you, Lord, for a wonderful day. Thank you, Lord, for helping me. John 1 verse 14. And the world has become fresh and dwelling among us. Please pray for me and my parents. Praise Lord. Praise the Lord. Praise Lord. But when you ask, you must believe and not doubt, for he who doubts is like a wave of the sea driven and tossed by the wind. ആമേൻ. Isaiah 65 verse 24. If they call, I will answer. While they are speaking, I will hear. Praise the Lord. I can do all things through Christ who strengthens me. Philippians 4 verse 13. Please pray for me and my family. ആമേൻ. Psalms 53 verse 3. When I am afraid, I put my trust in you. Please pray for me and my family. Praise the Lord. Forgive one another as the Lord forgive you. Colossians 3 verse 30. Please pray for me and my family. Praise the Lord. പറഞ്ഞു. Praise the Lord. May the Lord answer you in the day of trouble. Psalms 20 verse 1. Praise the Lord. A cheerful heart is a good medicine, but a crushed spirit is. Praise the May Lord. the Lord answer you in the day of trouble. Please pray for me and my family. Praise the Lord. Rejoice in the Lord always. I will say again, rejoice. Philippians 4 verses 4. Please pray for me and my family. Praise the Lord. Praise the Lord. Believe the Lord Jesus Christ told we say. Acts 16 verses 31. Please pray for me. ആമേൻ. In the beginning, God created heaven and earth. Please pray for me and my family. Praise the Lord. Praise the Lord. Ask and it will be given to you. Seek and you will find. Knock and it will be open to you. Matthew 7 verse 7. Praise the Lord. Keep me as an apple of the eye. Hide me under the shadow of the wing. Psalms 17 verse 8. Praise the Lord. Praise Lord. John 3 verse 8. The wind blows wherever it wishes, and you hear its sound, but you do not know where it comes from or where it goes. But it is with everyone who is born of the Spirit. Praise the Lord. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൂരത്തും ചാരത്തുമാരി കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഈ ദുഷ്ടന്മാരുടെ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും നീതിയുള്ളവരായി, നിഷ്കളങ്കരായി, നിർമ്മലരായി, വിശുദ്ധരായി, അഭിഷക്തരായി, സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയുമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ, കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന അഭിഷക്തന്മാരായി തീരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് ശക്തീകരിക്കേണ്ടതിനായിട്ട് കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. Amen. Praise Lord. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മനാദിയായൊഴുകി എന്നിൽ ഇന്നു വാ ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ ആത്മനാദിയായൊഴുകി എന്നിൽ ഇന്നു വാ
ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെന്തക്കോസ്തു നാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. പെന്തക്കോസ്തു നാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശിയഞ്ഞു വാ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശിയഞ്ഞു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. അനുഗ്രഹിക്കപ്പെട്ടത് തിരുവചനം വായിപ്പാന്. അമേൻ. കർത്താവ് സഹായിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യുകയുമേ. എനിക്ക് ന്യായം പാലിച്ചു തരണമേ. വ്യക്തിഗത ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ എന്ന് ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ച് ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിലേക്ക് ചെല്ലു. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ സ്തുതിക്കും. എൻ്റെ ആത്മാവേ, നിമിഷാച്ചുള്ളിൽ ഞാൻ രംഗുന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശയോ എൻ്റെ ദൈവമാകുന്ന എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന് പറഞ്ഞ പ്രകാരം ആമേ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് പ്രശ്നങ്ങളുടെ നടുവിലും ഇറങ്ങി ചെല്ലുന്നവരായിരിക്കാൻ സ്വർഗത്തെയും നാം എല്ലാവരെയും ശക്തീകരിക്കേണ്ടതിനായി അവൻ്റെ മുഖപ്രകാശം നമ്മുടെ രക്ഷയായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. സാക്ഷിവാദം കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള വിഷയങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പ്രത്യേക പിതാവിന് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കേണ്ടതിനായിട്ട് സാജന്മ മാതാവിന് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരുടെയും വിഷയങ്ങളുമേ കർത്താവിൻ്റെ അത്ഭുതത്തിന് കരം നീട്ടി കർത്താവ് ഓരോരുത്തരെയും വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് എല്ലാവരെയും മാനിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാൻ അർപ്പിക്കപ്പെട്ട സ്തോത്രകാഴ്ചയ്ക്ക് ദശാംശത്തിനായി ദൈവത്തെ സ്തുതിക്കാം. അമർത്തി കുലുക്കി വലിയൊരളവിൽ കർത്താവ് മടക്കി കൊടുത്ത് എല്ലാവരെയും മാനിക്കേണ്ടതിനായി സഭയുടേതായ എല്ലാ സാമ്പത്തികമായ പരാധീനകളും മാറി ആമേ സ്തോത്ര സമൃദ്ധിയിലേക്ക് കർത്താവ് നടത്തേണ്ടതിനായിട്ട് നമുക്ക് സ്വത്രാഴ്ചയിൽ കൈനീട്ടി ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന താവേ, അവർക്ക് ആവശ്യമായ നന്മകളെ നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന താവേ, ഞങ്ങളുടെ ചർച്ചിൻ്റെ ആവശ്യങ്ങളൊക്കെ അറിയുന്ന കർത്താവേ, ഞങ്ങളുടെ ചർച്ചിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യമായ നന്മകളെ ബ്രദറിന്റെ ഫാദറിന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന താവേ, പൂർണ്ണ വിടുതൽ നൽകി ദൈവത്തിന്റെ കരം ദൈവം അടിപ്പിണറുള്ള കരം ദൈവം തൊടുന്നതിനായി നന്ദി പറയുന്നപ്പാ, ദൈവ സാന്നിധ്യോടെ ഇറങ്ങുന്നതിനായി നന്ദി പറയുന്നപ്പാ, ദൈവത്തിന്റെ കൃപ ദൈവയോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന താവേ, സാജൻ
സ്വന്തം മാതാവിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാവേ പൂർണ്ണ വിടുതൽ നൽകി കൊടുക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. ദൈവമേ, വീണ്ടും ഞങ്ങൾ തുടർന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നല്ല വചനങ്ങളെ കേൾക്കുവാൻ, ദൈവമേ അനുഗ്രഹം പ്രാപിച്ച് ദൈവമേ മടങ്ങിപ്പോവാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങനെ ദൈവമേ ദൈവദാസനെ അറിയിച്ച എല്ലാ വിഷയങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. വീണ്ടും ഞങ്ങൾ ചുരുക്കസമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് ഇടപെടേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. എല്ലാം കടത്തിൽ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോട് ദൈവസന്നിധാനത്തിരിക്കാം. ആമേൻ. ദൈവഇഷ്ടമായ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയോട് ദൈവിക പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഇത്രയും സമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിൻ്റെ മറവിൽ കർത്താവ് നമ്മളെ ആക്കിയതിനെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ധൈര്യത്തോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ നമ്മളെ നിർത്തിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് കർത്താവ് ഈ രാത്രികാലം വലിയവ നമ്മുടെ ഇടയിൽ ചെയ്യുമെന്ന് ആമേൻ ഉറപ്പോടെ ധൈര്യത്തോടെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. കർത്താവ് നമ്മുടെ ഇടയിൽ വലിയവ പ്രവർത്തിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നല്ല പാട്ടുകളെ പാടുവാൻ, ആമേൻ, നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാനുമൊക്കെയും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആമേൻ. തുടർന്നുള്ള സമയം പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിക്കണമേ എന്ന് ഓരോ ഉള്ളങ്ങളും ഹൃദയത്തിൽ ആമേൻ സംസാരിച്ചുകൊണ്ടിരുന്ന അല്പസമയം ആമേൻ അന്യഭാഷയിൽ ആമേൻ ദൈവത്തെ അല്പസമയം ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ഹോള് നിറയട്ടെ. ആമേൻ. നമ്മൾ ദൈവ സാന്നിധ്യം വഹിക്കുന്നവരാ. ആമേൻ. നമ്മിൽ നിന്നും ഒരു ശക്തി പുറപ്പെട്ടാൽ നമ്മുടെ അടുത്തിരിക്കുന്നവരുടെ ഉള്ളിലുള്ള ബലഹീനത മാറണം, അവരെ ധൈര്യപ്പെടുത്തണം, അവരിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങുവാൻ നമ്മൾ ക്യാരി ചെയ്യുന്ന ദൈവശക്തിക്ക് കഴിയുമെന്ന് ഉള്ളത്തിൽ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ച് അല്പസമയം ദൈവസന്നിധിയിൽ ഒന്ന് ആരാധിച്ചാട്ട്. ആമേൻ. ഹാലലി. ഒരു മാനുഷിക ശബ്ദം ഈ രാത്രി ഞങ്ങൾക്ക് കേൾക്കണ്ടേ അപ്പാ. ഒരു ദൈവിക ശബ്ദം തന്നെ ഈ രാത്രി ഞങ്ങളോട് ഇടപെടണമേ. ആമേൻ. എൻ്റെ സ്ഥിരകളെയും ഞാടി ഞരമ്പുകളെയും ആമേൻ ഉത്തേജിപ്പിക്കുന്ന, ആമേൻ ബലം തരുന്ന, ആമേൻ അഭിഷേകത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്നെ ചലിക്കുമാറാക്കുന്ന ദൈവ സാന്നിധ്യം ഈ ഹോളിൽ വ്യാപരിക്കട്ടെ എന്ന് ഓരോ ഉള്ളങ്ങളും ആമേൻ ധൈര്യത്തോടെ, ബലത്തോടെ ആമേൻ ഡിക്ലെയർ ചെയ്താട്ട്. നാവെടുത്തത് ഡിക്ലെയർ ചെയ്താട്ട്, ധൈര്യത്തോടെ ഡിക്ലെയർ ചെയ്താട്ട്. പരിശുദ്ധാത്മാവേ, ഈ രാത്രി ഞങ്ങളുടെ ഇടയിൽ ചലിക്കണമേ. ആമേൻ. എന്നെ അടിമുടി മാറ്റുന്ന, ആമേൻ ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന സ്റ്റേജിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തുന്ന അഭിഷേകത്തിന്റെ ശക്തി. ഓ രൈതബലബലബ ശബ്ദരാജ, രൈതബലബലബ ശബ്ദരാജ, രീതരാജ രൈതമാന ജൈതരേത, അബ്ധരാജ രൈതമാന. ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുവാൻ എത്ര പേർക്ക് കഴിയും? അവൻ ഒരു കാഴ്ചക്കാരനായി വന്നിരിക്കാതെ നിന്നിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഈ രാത്രി ഒന്ന് റിലീസ് ചെയ്തോട്ടെ. ആമേൻ. ഹല്ലേലൂയ. അന്തരീക്ഷം മാറട്ടെ, അറ്റ്മോസ്ഫിയർ മാറട്ടെ. ആമേൻ. ഈ ഹോള് ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഓ രീതബാല ജൈതരാജ രൈതമാന, ജൈതരാജ രൈതമാന, ജൈതരാജ രൈതബാല, ജൈതരാജ രൈതമാന. ഓ ഹല്ലേലൂയ. ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഈ രാത്രി നമ്മൾ കടന്നു വന്നെങ്കിൽ ഒരു പുത്തൻ അഭിഷേകത്തോടെ, ഒരു പുത്തൻ പവറോടെ, ഒരു പുതിയ ശക്തിയോടെ, ഒരു പുതിയ ബലത്തോടെ, ഒരാത്മാവിന്റെ ബലത്തോടെ ഈ ഹോള് വിട്ടു പോകുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം വന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യത്തോടെ, ബലത്തോടെ ആമേൻ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ വചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസത്താൽ യോസഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചു, തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു ജോസഫിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു തലമാണ്. ആമേൻ. ഈ വിശ്വാസം അവൻ
ആപ്ലിക്കബിൾ തലത്തിലേക്ക് എത്തിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അവൻ മരിക്കാറായപ്പോൾ. ആമേൻ. ജോസഫിൻ്റെ മരണസമയത്തെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുന്ന എബ്രായ ലേഖനം 11-ാം അധ്യായം അനേക ദൈവദാസന്മാരിലൂടെ നമ്മൾ ആമേൻ ഈ അധ്യായം അതിൻ്റെ മെസ്സേജുകളും അതിൻ്റെ ദൈവിക തത്വങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആമേൻ. അതിൻ്റെ ഒന്നിൽ പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം ആമേൻ ഒരു ഉറപ്പുണ്ട്, ഒരാശയുണ്ട്. ആമേൻ. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണിൽ അത് കണ്ടിട്ടില്ല, എങ്കിലും കാണുമെന്നുള്ള ഒരു ഉറപ്പ്. ആമേൻ. ആശിക്കുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഹല്ലേലൂയ. ജോസഫ് ഇപ്പം മരിക്കാൻ പോവുകയാണ്. ജോസഫ് മരണശയ്യയിൽ കിടക്കുകയാണ്. ആ സമയത്ത് കിടന്നുകൊണ്ട് ജോസഫ് വിശ്വാസത്താൽ താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചു. തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. ആമേൻ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അനേക പ്രാവശ്യം ഞാൻ ഈ വേദഭാഗം വായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുവരെ ആമേൻ ഞാൻ ഇങ്ങനെയൊരു മെസ്സേജ് വേറെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് ഈ വാക്യത്തെക്കുറിച്ച് സംസാരിച്ചു. മരിക്കാറായപ്പോൾ ഉള്ള ഒരു വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തിൽ ജോസഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചു. തൻ്റെ ആസ്തികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 24-ഉം 25-ഉം നമുക്കൊന്ന് വായിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനന്തരം ജോസഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് ആമേൻ. ഹല്ലേലൂയ. ആര് പറയുക? ജോസഫ് പറയുക. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. എന്തിനാണ് ആമേൻ ഹല്ലേലൂയ ജോസഫ് തൻ്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോകണമെന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത്? ആമേൻ ഹല്ലേലൂയ. തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. ജോസഫിൻ്റെ ആമേൻ ഹല്ലേലൂയ ആ ജീവചരിത്രം നമുക്കെല്ലാം അറിയാം. ഇസ്രായേൽ ജനതയെ ആമേൻ അടിമ സമയത്ത് ആമേൻ തന്നോട് ദൈവം പറഞ്ഞ ആ പ്രോമിസും വാഗ്ദത്വവും മൂലം ആമേൻ ഹല്ലേലൂയ ആ ദേശത്ത് അവനെ മാനിച്ചു. മിസ്രൈമിൽ അവനെ മാനിച്ചു. അവിടുത്തെ രാജാവ് ഫറവോൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആർക്ക് കൊടുത്തു? ജോസഫിന് കൊടുത്തു. ആമേൻ. എല്ലാ ഇസ്രായേൽ മക്കൾക്കും തൻ്റെ അപ്പനും സഹോദരന്മാർക്കും എല്ലാവർക്കും അവനൊരു അഭയസ്ഥാനമായിരുന്നു. ആ ഗോശൻ പ്രദേശത്ത് ആ ഇസ്രായേൽ മക്കളെ ആ അടിമ നാട്ടിൽ മിസ്രൈമിൽ അവരെ സംരക്ഷിച്ചത് ആ ജോസഫിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ജോസഫ് അവിടെ ആയിരുന്ന സമയത്ത് അവന് ഭയങ്കര സുഖമായിരുന്നു, സൗകര്യമായിരുന്നു, അവനെല്ലാം ഉണ്ടായിരുന്നു. അവൻ മൂലം ദൈവം ആ ദേശത്തെ അനുഗ്രഹിച്ചു. ക്ഷാമത്തിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുത്തു. എല്ലാ പദ്ധതികളും അവൻ മൂലം നടന്നെങ്കിലും മരിക്കാറായപ്പോൾ ആമേൻ അവൻ തൻ്റെ സഹോദരന്മാരോട് പറയുക, ഞാൻ മരിക്കാറായി. ആമേൻ. എൻ്റെ ദേശം ഇവിടെയല്ല. ആമേൻ ഹല്ലേലൂയ. ദൈവം എൻ്റെ പിതാക്കന്മാരോട് പറഞ്ഞൊരു ദേശമുണ്ട്. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ ദേശത്തേക്ക് എന്നെ കൊണ്ടുപോകണം. ഞാൻ മരിക്കും, ഞാൻ ഈ അടിമനാട്ടിൽ മരിക്കും, പക്ഷേ എൻ്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. കാരണം അതൊരു വിശ്വാസത്തിൻ്റെ ട്രാൻസ്ഫർമേഷനാണ്, അതൊരു വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്. ആമേൻ. എത്ര പേർക്ക് തലമുറകളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസം ഉണ്ട്? ആമേൻ. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ
പുറകിൽ നമ്മുടെ അമ്മയപ്പന്മാരുടെ വിശ്വാസം കണ്ട നമ്മൾ ഇവിടേക്ക് വന്നത്. ആമേൻ. എൻ്റെ അമ്മയോ എൻ്റെ അപ്പനോ ആരാണ് ദൈവസന്നിധിയിൽ ശക്തിയോടെ നിൽക്കുന്നത്? അവർ പ്രതിസന്ധി വന്നപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അവരെങ്ങനെയാണ് ദൈവസന്നിധിയിൽ അവരുടെ പരീക്ഷണ ഘട്ടങ്ങളിൽ വിജയിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടാണ് ആമേൻ ദൈവസന്നിധിയിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടത്. അതുപോലെ തന്നെ ജോസഫ്, ആമേൻ ഹല്ലേലൂയ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെ ഒന്ന് വായിക്കാമോ? അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമ്മോനിയരുടെ ആക്രമം. ആമേൻ ഹല്ലേലൂയ. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. ആമേൻ. ഇത് ദൈവം ആരോട് പറഞ്ഞ പ്രോമിസാ? അബ്രഹാമിനോട് പറഞ്ഞ പ്രോമിസാ. ആമേൻ. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം അടിമകളായി പാർക്കും. അതൊരു ദൈവിക പദ്ധതിയാണ്, അതൊരു ദൈവിക പ്ലാനാണ്. ആ ജനത്തെ ആമേൻ ദൈവത്തിൻ്റെ ശക്തി ആമേൻ അയച്ച് ദൈവം ആരെന്ന് തെളിയിച്ച് ഈ ജനസമൂഹത്തിൽ നിന്നും ഒരു കൂട്ടത്തെ വേർതിരിക്കുവാൻ ദൈവം ഒരുക്കി വെച്ച പദ്ധതിയുടെ ഒരു ഭാഗമാണ് ആ 400 വർഷത്തെ അടിമത്വം. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ചില കാലഘട്ടം വെക്കും. ആമേൻ. വളരെ ഈസി ആയിട്ട് വിടുതലിലേക്ക് നമ്മൾ കടന്നു വരത്തില്ല. ആമേൻ. ചില പ്രോഗ്രാം ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട് നമ്മളെ ഒന്ന് ഒരുക്കിയെടുക്കാൻ. ആമേൻ ഹല്ലേലൂയ. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വെക്കുന്ന എന്തിനാ? ആമേൻ. പരിശോധന നമ്മുടെ ജീവിതത്തിൽ വെക്കുന്ന എന്തിനാ? നമ്മളെ ഒന്ന് ഒരുക്കിയെടുക്കാനാ. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. പലരും പറയും അബ്രഹാം യാഗം കഴിച്ചപ്പോൾ കുറുപ്രാവിനെ പിളർന്നില്ല, അതുകൊണ്ടാണ് അവൻ്റെ സന്തതി ആമേൻ 400 വർഷം മിസ്രൈമിൽ അടിമത്തത്തിൽ വീണതെന്ന്. അത് ഓരോരുത്തരുടെ വ്യാഖ്യാനമാണ്. എന്നാൽ ഞാൻ അതിനെ കണ്ണിക്കാനൊന്നും നിൽക്കുന്നില്ല. എന്നാൽ എനിക്ക് കിട്ടിയ ഒരു റെവലേഷൻ, ദൈവം അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവമല്ല. 400 വർഷം ദൈവം നിശ്ചയിച്ച ഒരു പദ്ധതിയാണ്. ആമേൻ. ആദാമിനെ ഈ ലോകത്തിലേക്ക് അയച്ചെങ്കിൽ, ഏദൻ തോട്ടം ഉണ്ടാക്കിയെങ്കിൽ, അതിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ, അനേക പിതാക്കന്മാരിലൂടെ മോശയെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളെ അതിലൂടെ ന്യായപ്രമാണത്തിലൂടെ നടത്തിയെങ്കിൽ കാലസമ്പൂർണതയിലെ പുത്രനെ ജനിപ്പിച്ചുള്ളൂ. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഈ കാലഘട്ടം ദൈവത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. ആമേൻ. അതുപോലെ തന്നെ ഈ കൃപായുഗത്തിൽ നമ്മളായിരിക്കുമ്പോഴും നമ്മുടെ ജീവിതം എങ്ങനെ ആ വാഗ്ദത്ത നാട്ടിലേക്ക്, നമ്മുടെ കനാനിലേക്ക്, നമ്മുടെ സ്വർഗീയ നാട്ടിലേക്ക് നമ്മളെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ആമേൻ. നമ്മുടെ എല്ലാം ഉള്ളങ്ങളെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് നമ്മളെ അറിയത്തില്ല. എന്നാൽ നമ്മുടെ നേച്ചറിനെ എവിടെ കടിഞ്ഞാടിടണം, എവിടെ പിടിക്കണം, എങ്ങനെ പിടിച്ച ഇവനെ ഒരു പ്രോപ്പർ ആമേൻ വിശുദ്ധീകരണത്തിലൂടെ ദൈവസന്നിധിയിൽ ആ കനാനിൽ കൊണ്ട് എത്തിക്കാമെന്ന് എൻ്റെ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. നല്ലവണ്ണം എൻ്റെ ഉള്ളത്തെ അറിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ ജോസഫിന് അറിയാം അവൻ്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദൈവം. ആ തലമുറ എങ്ങനെ ഇത് ജോസഫ് ആമേൻ ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ മകനാരാ? ഇസഹാക്ക്. അബ്രഹാം ഈ വിശ്വാസത്തിൻ്റെ തലം ആരിലേക്ക് പകർന്നു? ഇസഹാക്കിലേക്ക് പകർന്നു. ഇസഹാക്ക് അടുത്ത തലമുറയിലേക്ക് പകർന്നു. ആരിലേക്ക്? യാക്കോബിലേക്ക്. ഒരിക്കലും ഡയറക്റ്റ്. അന്ന് ബൈബിളില്ല, അന്ന് എഴുതപ്പെട്ട ദൈവവചനം ഒന്നുമില്ല. പിതാക്കന്മാരിൽ നിന്ന് അടുത്ത തലമുറകളിലേക്ക് വിശ്വാസം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. അടുത്ത 3-ാമത്തെ തലമുറ ആരാ? ജോസഫ്. ഹല്ലേലൂയ. തൻ്റെ പിതാവിൽ നിന്ന് കേട്ടു. താൻ സേവിക്കുന്ന ദൈവം, ആമേൻ, നമ്മളെ വിടുവിക്കുന്ന ദൈവം, ആമേൻ, അവരെ ശക്തീകരിക്കുന്ന ദൈവം, അവരുടെ ഓരോ പരീക്ഷണ ഘട്ടത്തിലും അവരാശ്രയിച്ചപ്പോൾ അവർക്ക് അനുഭവിച്ച വിടുതൽ, ആമേൻ, തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് വന്ന ജോസഫ് 3-ാം തലമുറയിൽ താൻ അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു പ്രോമിസ് ഉണ്ട്. 4-ാം തലമുറക്കാർ ഈ അടിമനാട്ടിൽ നിന്ന് പോകും. അത് ജോസഫിൻ്റെ ഉള്ളിലുണ്ട്.
ആമേൻ ഹല്ലേലൂയ. ഇന്ന് കൃപായുഗത്തിൽ വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ ആമേൻ ആ നിത്യത ഉണ്ടെന്നും യേശു രണ്ടാമത് ആമേൻ വീണ്ടും രാജാവായി ഈ ഭൂമിയിൽ വരുന്നുവെന്നും വിശ്വസിച്ച് നമ്മൾ പാർക്കുകയാണ്. ആമേൻ കഴിഞ്ഞ ദിവസം വിന്നി ബ്രദർ പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, ഈ നഗരം നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല. ആമേൻ നമ്മുടെ നഗരം സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കുന്നുണ്ട്. ആമേൻ അത് വിശ്വസിച്ച് എത്ര പേര് ഇവിടെ പാർക്കുന്നുണ്ട്? ആമേൻ ഹല്ലേലൂയ. ഈ നാട്ടിൽ പാർക്കുമ്പോഴും സകല സുഖ സൗകര്യങ്ങളോടുകൂടെ ജോസഫ് മിസ്രൈമിൽ പാർക്കുമ്പോഴും ആമേൻ ജോസഫിനറിയാം, എൻ്റെ നാട് ഇതല്ല, ദൈവം എനിക്ക് പ്രോമിസ് തന്ന ഒരു നാടുണ്ട്. ഹല്ലേലൂയ. ഞാൻ മരിച്ചാലും എൻ്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ അടക്കം ചെയ്യരുത്. ആമേൻ. എൻ്റെ അസ്ഥികളെ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ഇസ്രായേൽ മക്കളോട് കൽപ്പന കൊടുത്തിട്ടാണ് അവൻ ജോസഫ് മരിക്കുന്നത്. അവൻ അവൻ്റെ വിശ്വാസം വിലയേറിയ വിശ്വാസമാണ്. അവൻ്റെ വിശ്വാസം നിലനിൽക്കുന്ന വിശ്വാസമാണ്. അവൻ്റെ വിശ്വാസം ദീർഘവീക്ഷണമുള്ള വിശ്വാസമാണ്. ഇന്ന് ഈ രാത്രികാലം നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൽ, നമ്മൾ ആമേൻ ഹല്ലേലൂയ വിശ്വസിക്കുന്ന ദൈവത്തിൽ നമ്മുടെ വിശ്വാസം എങ്ങനെയാ? ഈ രാത്രികാലം നിങ്ങളെ ഒന്ന് ശോധന ചെയ്തേ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടോ? അവൻ ഹല്ലേലൂയ ജോസഫ് അവൻ പിതാക്കന്മാരിൽ നിന്നും വിശ്വാസം അവന് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടി. അവൻ പറഞ്ഞു അവൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന്. അത് അടുത്ത തലമുറ, അടുത്ത 4-ാം തലമുറയിൽ ജോസഫിൻ്റെ മോശയുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം ഒന്നെടുത്തേ. പുറപ്പാട് 13 അതിൻ്റെ 19 ഒന്ന് വായിച്ചേ. മോശ യോസഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ട് പോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ എൻ്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത് ആമേൻ മോശ ഓർത്തു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കളെ 6 ലക്ഷം പേരെ ജനം വർദ്ധിച്ച് പെരുകി ആ ജനത്തെയും കൊണ്ട് ആമേൻ ഹല്ലേലൂയ ചെങ്കടൽ കടന്നവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് പോകാൻ നേരം മോശ അത് ഓർത്തു. ജോസഫിൻ്റെ അസ്ഥികളും എടുത്തുകൊണ്ട് പോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ എൻ്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി പറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ യാത്രയിൽ ആരുണ്ടായിരുന്നു? ആമേൻ ജോസഫിൻ്റെ അസ്ഥി ഉണ്ടായിരുന്നു. അതൊരു വിശ്വാസത്തിൻ്റെ ചലനമാണ്. ഒരു ഭക്തൻ മരിച്ചു പട്ടുപെട്ടുപോയി. ആമേൻ. എന്നാൽ അവൻ്റെ അസ്ഥികൾ ആമേൻ അത് വിശ്വാസത്തിൽ ചലിക്കുക. ആമേൻ. ആ 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നപ്പോൾ അവരോടൊപ്പം എന്തോ ഉണ്ടായിരുന്നു? ആമേൻ ഈ ജോസഫിൻ്റെ അസ്ഥികളുണ്ടായിരുന്നു. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു, ഒത്തിരി എന്നെ സന്തോഷിപ്പിച്ചു. ആമേൻ ഹല്ലേലൂയ. മരിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞ വാഗ്ദത്തം, പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം വിശ്വസിച്ച ജോസഫ് ആമേൻ ഹല്ലേലൂയ അവൻ മരിച്ചാലും അവൻ്റെ അസ്ഥി ചലിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസം എത്ര പേർക്ക് കാണും? ആമേൻ. ഞാൻ മരിച്ചാലും എൻ്റെ ആയുസ് ഈ ലോകത്തിൽ കർത്താവ് തരുന്ന ആയുസ്സിൽ ഞാൻ ജീവിച്ച് മരിച്ചാലും ഞാൻ പ്രാപിച്ച വിശ്വാസം എൻ്റെ അടുത്ത തലമുറയിലേക്ക് ആമേൻ എൻ്റെ തലമുറകളിലേക്ക് കൈമാറുമെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ എത്ര പേർക്ക് കഴിയും? ആമേൻ ഹല്ലേലൂയ. തലമുറകളിലേക്ക് കൈമാറുന്ന വിശ്വാസം. ആമേൻ. നമ്മൾ എന്താണോ അതാ നമ്മുടെ തലമുറ. നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന. നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആമേൻ വിജയം നേടുന്നതും വിടുതൽ പ്രാപിക്കുന്നതും നമ്മൾ അറിയാതെ തന്നെ കാണുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. ആമേൻ. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന നമ്മൾ ദൈവമായിട്ട് എങ്ങനെയെന്ന് നമ്മൾ അറിയാതെ അവർ ഗ്രഹിക്കുക. നമ്മുടെ കാലഘട്ടം കഴിയുമ്പോൾ ഈ തലമുറകൾ പിന്തുടരുന്നത് ഇതേ വിശ്വാസമാണ്. ആമേൻ. ആമേൻ. അത് സ്വന്തം തലമുറയാണേലും വിശ്വാസത്തിൽ ജനിപ്പിക്കുന്ന ആമേൻ മക്കളാണെങ്കിലും വിശ്വാസം അടുത്ത തലമുറയിലേക്ക് കൈമാറണം. കൈമാറത്തക്ക അളവിൽ ദൈവം ചിലരെ ഏൽപ്പിച്ചിരിക്കുക. ചില വിശ്വാസം ആമേൻ ചില പരീക്ഷണങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ താൻ സ്നേഹിക്കുന്നവരെ അവൻ
ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോവുകയാണ്. എൻ്റെ ജീവിതവും എൻ്റെ പരീക്ഷണത്തിലും ഞാൻ എങ്ങനെ ദൈവസന്നിധിയിൽ നിന്നെന്നറിഞ്ഞ് എൻ്റെ മക്കളും അതേ ദൈവത്തെ പിന്തുടരുന്നത്. ആമേൻ. അവരും അതേ വാഗ്ദത്ത നാട്ടിലേക്ക് അവിടെ വരുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആമേൻ ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിലൂടെ ദൈവം അവരെ നടത്തി. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ അവർക്കിടയിൽ നിശബ്ദമായിട്ട് ചലിക്കുന്ന ജോസഫിൻ്റെ അസ്ഥി ഉണ്ടായിരുന്നു. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ആമേൻ. അവൻ മരിച്ചിട്ടും ആമേൻ ഹല്ലേലൂയ ആ അസ്ഥികൾ ചുമന്നുകൊണ്ട് ഇസ്രായേൽ മക്കൾ ആ മരുഭൂമിയിലൂടെ വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോഴും അവർ ആ അസ്ഥിയെ നോക്കുമ്പോൾ അവർക്ക് വീണ്ടും ഒരു ആശ്വാസമാണ്. കാരണം ആമേൻ മിസ്രൈമിൽ ക്ഷാമം ഉണ്ടായപ്പോഴും ഈ അസ്ഥിയിൽ നിന്നുള്ളവൻ അവരെ വിടുവിച്ചതാ, അവരെ അവിടെ മാനിച്ചതാ, അവരെ അവിടെ ജീവിപ്പിച്ചതാ. കാരണം അവനോടുള്ള ദർശനം, അവനോടുള്ള സ്വപ്നം, ആമേൻ അനേക പൊട്ടക്കിണറുകളും കാരാഗ്രഹങ്ങളും അവൻ കണ്ടിട്ടും ആമേൻ അവനെ ആ ദേശത്ത് കർത്താവ് മാനിച്ചു. ആമേൻ. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം അവനെ നീരുറവയ്ക്കരികെ നട്ടിരിക്കുന്നു. അവൻ ഫലപ്രദമായ വൃക്ഷം. അവൻ്റെ കൊമ്പുകൾ മതിലിൻ്റെ മീതെ പടരുന്നു. കാരണം അവൻ്റെ വിശ്വാസം അതിൽ ഒതുങ്ങുന്നതല്ല, അടുത്ത തലമുറകളിലേക്ക് വ്യാപരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നിശബ്ദമായി ആ ഇസ്രായേൽ മക്കളോട് കൂടെ ആ ജോസഫിൻ്റെ അസ്ഥികൾ മരുഭൂമിയിൽ 40 വർഷം അവർ കൊണ്ടുപോകുമ്പോഴും ആമേൻ അവർക്കൊരുറപ്പുണ്ട്, ഞങ്ങളെ ദൈവം വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുപോകും. ആമേൻ. ആ അസ്ഥി അതാ സംസാരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് ജോസഫ് ആ വിശ്വാസം ആ തലമുറയിലേക്ക്, ഇസ്രായേൽ മക്കളിലേക്ക് കൈമാറി. ആമേൻ. മോശെ അതെടുത്തു, മോശെ അത് ക്യാരി ചെയ്തുകൊണ്ട് പോയി. പക്ഷേ മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിൽ ചെല്ലാൻ പറ്റിയില്ല. അവന് ശേഷം ആമേൻ യോശുവയുടെ നേതൃത്വത്തിലാണ് ജനം വാഗ്ദത്ത നാട്ടിലേക്ക് ചെല്ലുന്നത്. എന്നാൽ വാഗ്ദത്ത നാട്ടിൽ യോശുവയുടെ നേതൃത്വത്തിൽ ജനം ചെന്നപ്പോൾ ഈ അസ്ഥികൾ അവർ കനാൻ ദേശത്ത് ശെക്കേമിൽ കൊണ്ട് കുഴിച്ചിട്ടു. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വായിക്കാം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്നെടുത്തേ. യോശുവ 24:32. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസഫിന്റെ അസ്ഥികളെ അവർ ഷേക്കേമിൽ, യാക്കോബ് ഷേക്കേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരുഭൂമിയിലൂടെ 40 വർഷം വിശ്വാസത്തിൽ സഞ്ചരിച്ച ജോസഫിൻ്റെ അസ്ഥികൾ അവർ ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല. അവർ ജോസഫ് പറഞ്ഞതുപോലെ, അവൻ വിശ്വസിച്ചതുപോലെ ദൈവം അവർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞ കനാൻ ദേശത്ത് യോശുവയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. യോശുവയും മരിച്ചെങ്കിലും ഇസ്രായേൽ മക്കൾ ആമേൻ ആ അസ്ഥികൾ ശേക്കേമിൽ എന്ത് ചെയ്തു? അടക്കം ചെയ്തു. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബും മരിച്ചപ്പോൾ നമുക്കറിയാം അവരെല്ലാവരെയും അടക്കം ചെയ്തിരിക്കുന്നത് കനാൻ ദേശത്താണ്. ആരും എവിടെ പോയിട്ടില്ല? മിസ്രൈം ദേശത്ത് അടക്കം ചെയ്തിട്ടില്ല. അതുപോലെ 3-ാം തലമുറയിലുള്ള ജോസഫും വിശ്വസിച്ചു, എൻ്റെ അസ്ഥിയും എവിടെ പോകും? കനാൻ ദേശത്ത്. ദൈവം ഞങ്ങളോട് പ്രോമിസ് ചെയ്ത, ദൈവം ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ആ ദേശത്തെ എൻ്റെ അസ്ഥിയും പോകുമെന്ന് വിശ്വസിച്ചു. അവന് കിട്ടിയ സൗഭാഗ്യത്തിലോ അവൻ അവിടുത്തെ വലിയ ആളായിട്ടോ അവിടുത്തെ ഒന്നും അവൻ ആശ വെച്ചില്ല. അവൻ വിശ്വസിച്ചു, എനിക്ക് വേണ്ടി ഒരു നഗരം ഒരുങ്ങുന്നുണ്ട്. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കും? ഈ ലോകത്തിൽ നമുക്ക് സൗകര്യങ്ങൾ കിട്ടുമായിരിക്കാം. കർത്താവ് നമ്മളെ ബ്ലെസ് ചെയ്യുമായിരിക്കും. ഈ ഭൂമിയിൽ കർത്താവ് നമ്മളെ എവിടെ ആക്കി വെച്ചാലും എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒന്ന് ചലിക്കണം വിശ്വാസത്തിൽ. ഇവിടെ എനിക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല. എനിക്ക് വേണ്ടി കർത്താവ് ഒരു നഗരം ഒരുക്കുന്നുണ്ട്. ഞാൻ അവിടേക്കുള്ളവനാണ്, അവിടെ ഞാൻ കാണുമെന്ന് നമ്മൾ വിശ്വാസത്തിൽ പാട്ടുകൾ പാടുന്നത് പോലെ ഈ വിശ്വാസം നമ്മുടെ തലമുറയിലേക്കൊന്ന് കൈമാറാൻ എത്ര പേര് റെഡിയാ? നമ്മൾ പ്രാപിച്ച വിശ്വാസം നമ്മുടെ തലമുറയിലേക്കൊന്ന് കൈമാറണം. യൂനിക്കയിലും പകർന്ന വിശ്വാസം ആരിലേക്കും കൈമാറ്റം ചെയ്തു വന്നു? തിമത്തിയോസിലേക്കും കൈമാറ്റം ചെയ്തു വന്നു. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വിശ്വാസം. നമ്മൾ വെറുതെ അല്ല ഇവിടെ ഇരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ പ്രോമിസിൻ്റെ കൃപായുഗത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്തപ്പെട്ട് വന്നിരിക്കുക. നമ്മുടെ ഈ വിശ്വാസം
ഹല്ലേലൂയ. നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ എങ്ങനെ നമ്മൾ ശക്തി പ്രാപിക്കുന്നു എന്ന് നമ്മുടെ തലമുറകൾ കണ്ടുപിടിക്കണം. ആമേൻ. അവരത് കാണുന്നുണ്ട്, അവരത് വിശ്വാസത്തിൽ ചെയ്യുന്നുണ്ട്. ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്നത് തലമുറകളിലേക്ക്, ആമേൻ, നമ്മൾ മരിച്ചാലും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എങ്ങനെ ദൈവസന്നിധിയിൽ ആമേൻ നിലനിന്നു എന്ന് നമ്മളെ കണ്ടുപഠിക്കുന്ന നമ്മുടെ ഒരു തലമുറയുണ്ട്. അവരിപ്പോൾ ചിരിക്കുമായിരിക്കും, കളിക്കുമായിരിക്കും, അവരൊന്നും അറിയാത്തതുപോലെ ഇരിക്കുമായിരിക്കും. എന്നാൽ ആരും അറിയാതെ അവരുടെ ഉള്ളിൽ ഇത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആമേൻ. നമുക്കറിയത്തില്ല, അവരുടെ ഉള്ളിൽ ഇതെല്ലാം കണ്ടാണ് ഒരു തലമുറ വളരുന്നത്. ആമേൻ. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ അനേകർക്ക് മാതൃകയായി മാറണം. നമ്മൾ കൈമാറ്റം ചെയ്യണം. കർത്താവ് അത് ആഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം 6:6-7 ഒന്ന് വായിച്ചോ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ആമേൻ. സ്തോത്രം. ആമേൻ. ഇവിടെ ദൈവം പറഞ്ഞത് എന്താ? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. ആമേൻ. ദൈവം ചെയ്ത പ്രവർത്തികൾ, ദൈവം ചെയ്ത വിടുതലുകൾ വീട്ടിലൊന്ന് സംസാരിക്കാമോ? തലമുറകളുടെ മധ്യത്തിലൊന്ന് സംസാരിക്കുമോ? തലമുറകളോട് വിശ്വാസത്തെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ആമേൻ. അത് വലിയൊരു കൈമാറ്റമാണ്, അത് വലിയൊരു ബ്ലെസ്സിങ്ങാണ്. നമുക്കതിന് അത്ര വില കൊടുക്കുന്നില്ല. ആമേൻ. അതൊരു ട്രാൻസ്ഫർമേഷൻ, അടുത്ത ജനറേഷനിനെ ആമേൻ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വിശ്വാസം, അത് നമ്മിൽ നിന്ന് വരുവാൻ ആമേൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? കർത്താവും അതുതന്നെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന കണ്ട്, ഹല്ലേലൂയ, നമ്മുടെ ആരാധന കണ്ട്, നമുക്ക് ദൈവവുമായിട്ടുള്ള വിശ്വാസം കണ്ട് നമ്മൾ പോലും അറിയാതെ വളരുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിലുണ്ട്. ആമേൻ. നമ്മൾ ബ്ലെസ്ഡാ ദൈവമക്കളെ, നമ്മൾ ബ്ലെസ്ഡാ. നമ്മിലേക്ക് പകർന്നു കിട്ടിയ ആമേൻ വിശ്വാസത്തിൻ്റെ ആമേൻ. ഞാനിപ്പോൾ ദൈവസന്നിധി നിൽക്കുമ്പോൾ അന്ന് ഈ പിള്ളേരുടെ കൂട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഒരു ഇതുമില്ലാതിരിക്കുമോ. പക്ഷേ ഞങ്ങളുടെ അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ അമ്മ ഉപവസിക്കുന്നത് അന്നൊക്കെ കളിയായിട്ടൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. എങ്കിലും അതേ പാതയിലൂടെ ദൈവം നമ്മെ നടത്തുക. ആമേൻ. എന്നെ മാത്രമല്ല, നിങ്ങൾക്കറിയാം, നിങ്ങളെ തന്നെ നോക്കിയാൽ മതി. നിങ്ങളുടെ മാതാപിതാക്കളെ നോക്ക്. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ പാരമ്പര്യം പറയാനില്ലാത്തവർ അത് പോട്ടെ. ആമേൻ. പക്ഷേ നിങ്ങളിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കർത്താവിൻ്റെ വരവ് എന്ന് വരെയോ അന്ന് വരെ നമ്മുടെ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടണം. ആമേൻ. ഇത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ആമേൻ. തലമുറകളെ അഭിഷേകം ചെയ്യുവാൻ, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യത്തക്ക അളവിൽ നമ്മളെ ഒന്ന് ക്രമീകരിക്കണം. നമ്മുടെ പ്രാർത്ഥന, നമുക്ക് പരീക്ഷണങ്ങളിൽ നമ്മൾ എങ്ങനെ അതിജീവിച്ചു എന്ന് നമ്മുടെ തലമുറകൾ കണ്ടുപഠിക്കട്ടെ. ആമേൻ. ജോസഫിൻ്റെ അസ്ഥികൾ അവൻ മരിച്ച ശേഷവും വിശ്വാസത്തിൽ സഞ്ചരിച്ചു. ആമേൻ. അത് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ആമേൻ. ആ പ്രോമിസ് ലാൻഡിൽ അവൻ്റെ അസ്ഥി അടക്കം ചെയ്ത് ആമേൻ അവൻ്റെ ആഗ്രഹം നിറവേറിയതുപോലെ ഈ മരുഭൂയാത്രയിൽ നമ്മൾ ഈ അനേക ആമേൻ പ്രവാസ നാട്ടിൽ നമ്മളായിരിക്കുന്നുവെങ്കിലും നമ്മുടെ ദേശം ഇവിടെയല്ല. ആമേൻ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ. ആമേൻ. നമുക്കായിട്ട് കർത്താവ് ഒരു നഗരം ഒരുക്കുന്നുണ്ട്. അവിടെ ഞാൻ ചെന്നെത്തും. ഞാൻ മാത്രമല്ല, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ തലമുറകൾ, ദൈവം എൻ്റെ കയ്യിൽ തന്നിട്ടുള്ള എല്ലാവരും ആ നിത്യതയിൽ കാണുമെന്നുള്ള ഒരു വിശ്വാസം, അത് വിലയേറിയ വിശ്വാസമാണ്. ഈ വിശ്വാസം ആമേൻ ആക്ട് ചെയ്യുക. ഈ വിശ്വാസം നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുക, അവർക്ക് പകർന്നു കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. പ്രാർത്ഥനയിലൂടെ ഈ വിശ്വാസം നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. ആമേൻ. അവർ നമ്മളെ മാതൃകയാക്കും. ആമേൻ. മാതൃകയാക്കി അവർ നമ്മളെ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടും. ആമേൻ. ഇങ്ങനെ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വാസനാടെ നോക്കി വേഗമോടുക, വേഗമോടുക, നാം വേഗമോടുക.
വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആദിത്യമാ വീട് വാനാലോകത്തിലെ, നമ്മുടെ വീട് ആദിത്യമാ വീട് വാനാലോകത്തിലെ. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. രോഗമില്ല വീട്, രോഗിയില്ല വീട് വാനാലോകത്തില്. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനാലോകത്തില്. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആദിത്യമാ വീട് വാനാലോകത്തില്, നമ്മുടെ വീട് ആദിത്യമാ വീട് വാനാലോകത്തില്. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഈ രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകളെ കേൾക്കുവാൻ കർത്താവ് തന്റെ ദാസന് കുഴിയാക്കിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വിശ്വാസത്താൽ യോസേഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം അവരെ ഓർപ്പിച്ച് തൻ്റെ അസ്ഥികളെ കുറിച്ചുള്ള കൽപ്പന അവർക്ക് കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. മോശ ആമേൻ പുറപ്പാടായപ്പോൾ ആമേൻ തൻ്റെ പിതാവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കൽപ്പനയെ ഓർത്ത് ആ അസ്ഥിയും എടുത്തുകൊണ്ട് ആമേൻ സ്തോത്രം യാത്രയാകുവാൻ ഇടയായി. ആമേൻ സ്തോത്രം. ജോസഫിൻ്റെ വിശ്വാസം അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ പൈതലേ നമ്മുടെ വിശ്വാസം, നാം മുറുകെ പിടിച്ചിരിക്കുന്ന ഈ വിശ്വാസം നമ്മുടെ വരും തലമുറകളിലേക്ക് കൈമാറ്റപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ലോവീസിലും അമ്മ യൂനിക്കയിലും ഹല്ലേലൂയ ഉണ്ടായിരുന്ന വിശ്വാസം തീമോഥെയോസിലേക്ക് പകരപ്പെട്ടതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസം പകരപ്പെടുവാൻ ആമേൻ നമ്മെ തന്നെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കും
ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയോ നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണമെന്ന് ഈ രാത്രി കാലം കേട്ട പ്രകാരം നാമാമേ സ്തോത്ര. കടന്നുപോയ ശോധനകൾ, അതിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ച വിധങ്ങൾ സ്തോത്രവും. നമ്മുടെ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളോട് ഷെയർ ചെയ്യുന്നവരായി തീരുവാൻ, അവരെയും ആ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനോ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവനെ, കർത്താവ് രാത്രി കാലം കരങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ. വീണ്ടും കർത്താവ് ആരോഗ്യം, ബലവും ശക്തിയും കൊടുത്ത് നടത്തേണ്ടതിനായിട്ട് അനേകർക്ക് സ്തോത്രവും താനൊരാശ്വാസമായി മാറുവാന്നൊക്കെ വേണോ, അനേകർക്കൊരു വിടുതലായി തീരുവാന്നൊക്കെ വേണോ കർത്താവ് തന്നെ കുടുംബമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിനായി തന്നെ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ. വരുന്ന ആഴ്ചക്കാലം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയും കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ട് സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്വർഗ്ഗങ്ങൾ വന്ന സമയം മുതൽ ഈ സമയം വരെയും ഹല്ലേലൂയ അങ്ങയുടെ ചെറുകിൻ കീഴടികളെ മറക്കുകയും ഹല്ലേലൂയ സ്വർഗ്ഗങ്ങളോട് വാസ്തവമായി സംസാരിക്കുകയും ചെയ്തതിനാൽ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. വീണ്ടും താഴ്ത്തി സമർപ്പിക്കും. സുരക്ഷിപ്പ അങ്ങയുടെ ദാസന്മാരെ ബലപ്പെടുത്തിയതിനാൽ സ്തുതിക്കുന്ന കർത്താവേ, അവൻ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകളെ അനുനിമിഷം വെക്കുവാനും ഹല്ലേലൂയ അടിയങ്ങൾ പ്രാപിച്ച അടിയങ്ങൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ഹല്ലേലൂയ അവരെ വിശ്വാസത്തിൽ ആമേൻ നടത്തുവാനും അങ്ങടിയങ്ങളെ അധികമായി ബലപ്പെടുത്തുകയും ചെയ്യും എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സൂക്ഷിപ്പാൻ കർത്താവേ, സോദരലിജിംബ്രനെ ദൈവം ബലപ്പെടുത്തിനാലും സ്തുതിക്കുന്ന കർത്താവേ, ആമേൻ. ഹല്ലേലൂയ. ബാബുജി പാസ്റ്റർ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുടുമായി ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നു ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ. സാക്ഷ്യവാചകങ്ങളിൽ കൂടെ പ്രാർത്ഥിക്കുക. അപേക്ഷിച്ചുള്ള ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുത്തിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അവന്റെ വരും ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയും സ്വർഗ്ഗം അനുഗ്രഹിക്കുന്നതിനാൽ സ്തുതിക്കുന്ന കർത്താവേ, ദേശത്തിന് സഭയ്ക്ക് നിങ്ങൾ വ്യക്തി ജീവിതങ്ങൾക്കൊക്കെ അനുഗ്രഹമായി ആശ്വാസമായി തീരുവാൻ സ്വർഗ്ഗം ഇടയാക്കണമേ. താഴ്ത്തി സമർപ്പികൾ പിരിയുന്ന കർത്താവേ, പ്രിയാത്തത്തിന്റെ സാധ്യതകളെ തുടർന്ന് മറക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും പ്രത്യേകാലം അവിടുത്തെ ജനത്തോടും ഭൂമിയുള്ള സകല വിശുദ്ധന്മാരോടും വരും ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളോടും ഇന്ന് വരുന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.